ലഹരിമുക്ത കായംകുളം പദ്ധതിക്ക് പിന്തുണ നൽകി കായംകുളം നഗരസഭ 14-ാം വാർഡിനെ ലഹരിവിരുദ്ധ പ്രദേശമാക്കി മാറ്റുവാൻ ബ്ലോക്കുകളായി തിരിച്ച് ബോധവൽക്കരണം നടത്തുവാൻ വാർഡിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബസംഗമം തീരുമാനിച്ചു. കുടുംബസംഗമം കെപിസിസി ജനറൽ സെക്രട്ടറി എ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. ലഹരിമുക്ത കായംകുളം പദ്ധതിക്ക് പിന്തുണ നൽകിക്കൊണ്ട് കായംകുളം നഗരസഭ 14-ാം വാർഡിനെ ലഹരിവിരുദ്ധ പ്രദേശമാക്കി മാറ്റുവാൻ ബ്ലോക്കുകളായി തിരിച്ച് ബോധവൽക്കരണ പരിപാടി നടത്തുവാൻ മഹാത്മാഗാന്ധി കുടുംബസംഗമം തീരുമാനിച്ചു. കുടുംബസംഗമം കെപിസിസി ജനറൽ സെക്രട്ടറിയും മുൻ എംഎൽഎയുമായ എ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. ഷപുരമായാലും അതല്ലെങ്കിൽ ഇപ്പുറത്ത് ചെട്ടുകുളങ്ങരയായാലും അല്ലെങ്കിൽ പത്തിയൂരായാലും ഓരോ പഞ്ചായത്തിലും ശരാശരി 3.5 കോടി രൂപ എങ്കിലും കടമായി ഇപ്പോ കുടിശ്ശികയായി കിടക്കുകയാണ്. വേതനമാണ്, ശമ്പളമാണ്, കൊടുക്കുന്നില്ല. 3 മാസത്തെ വേതനത്തിന്റെ കണക്ക് ഞാൻ എടുത്തു. ആലപ്പുഴ ജില്ലയിൽ മാത്രം 116 കോടി. കേരളത്തിലെമ്പാടും ഈ പാവങ്ങൾക്ക്, ഈ പട്ടിണി പാവങ്ങൾക്ക് പട്ടിണി ഇല്ലാതാക്കാൻ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയ ഗവൺമെന്റ് യഥാസമയം കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ കുടിശ്ശിക ഇപ്പോൾ 808 കോടി കേരളത്തിൽ മാത്രം. ഇതാണ് അവസ്ഥ. ഈ അവസ്ഥക്കെതിരെ പ്രതികരിക്കട്ടെ. അപ്പോൾ നാട്ടിൽ കൊണ്ടുവന്ന ഭരണപരിഷ്കാരങ്ങൾ നമ്മുടേതാണ്. എന്നാൽ ഞാൻ ഇത്രയും പറഞ്ഞല്ലോ. നിങ്ങൾ ചോദിക്കും, മൻമോഹൻ സിംഗിന്റെ പരിഷ്കാരം കൂടി എന്ന് പറയണ്ടേ? അല്ല, നരേന്ദ്രമോദിയുടെ പരിഷ്കാരം കൂടി പറയണ്ടേ? ഞാൻ പറയാം. നോട്ട് നിരോധിച്ചു. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലും 1000ന്റെ നോട്ട് നിരോധിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നവും ഈ രാജ്യത്തുണ്ടായില്ല. കള്ളപ്പണം നോട്ട് നിരോധിക്കുന്നതോടുകൂടി കള്ളപ്പണം വരും, കള്ളപ്പണം പിടിക്കപ്പെടും. ഓരോ കുടുംബത്തിനും 15 ലക്ഷം രൂപ വീതം ബാങ്കിലേക്ക് തരും. നോട്ട് നിരോധിക്കുന്നതോടുകൂടി കള്ളപ്പണം പിടികൂടും. പെട്രോളിന്റെ വില 50 രൂപയിൽ താഴെയാകും. ഡീസലിന്റെ വില 50 രൂപയിൽ 40 രൂപയിൽ താഴെയാകും. നമ്മൾ മാത്രമല്ല കേട്ടത്, ലോകം മുഴുവൻ കേട്ടു. എന്തായി ഇപ്പോഴത്തെ അവസ്ഥ? നരേന്ദ്രമോദി രാജ്യം ഭരിക്കുകയല്ലേ? നോട്ട് നിരോധിച്ചതിന്റെ പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ ഇപ്പോഴും മാറിയോ? ഒരുപാട് പേരുടെ തൊഴിൽ രഹിതരായി. കൊച്ചു സംരംഭങ്ങൾ അടച്ചുപൂട്ടി. പിന്നാലെ കോവിഡ് വന്നപ്പോൾ അത് പൂർണ്ണമായി. എന്തെങ്കിലും നരേന്ദ്രമോദി കോവിഡ് കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തോ? രോഗികളായി ഇപ്പോഴും രോഗമാണ്. ആഫ്റ്റർ കോവിഡ് രോഗമുണ്ട്. 50 വയസ്സുകാരൻ, 45 വയസ്സുകാരൻ, 35 വയസ്സുകാരൻ, 60 വയസ്സിന് താഴെയുള്ളവർ പെട്ടെന്ന് മരിക്കുകയാണ്. കോവിഡിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. എന്തെങ്കിലും ഈ ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ് ചെയ്തോ? ജനങ്ങളുടെ കാണണ്ടേ? ഇതെല്ലാം പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു മന്ത്രിയുണ്ട്, നമ്മുടെ നാട്ടുകാരൻ. അദ്ദേഹം പറഞ്ഞത്, ഈ ആയുസ്സിന്റെ ദൈർഘ്യം കൂടിയതാണ് കുഴപ്പം. ഈ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ പിണറായിക്കൊണ്ടായത് ജനങ്ങളുടെ ആയുസ് കൂടിയതാണ്. അയാൾ പറയുന്നത് ഇത്ര വിവരക്കേടാണ്. കെപിസിസി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ മുഖ്യപ്രഭാഷണം നടത്തി. കുടുംബ സംഗമത്തിൽ ഫിലിം എഡിറ്റർ ഫിന്നി വർഗീസ്, പ്രമുഖ വ്യവസായിയും 8 നിരയിൽ ഫിനാൻസ് കോർപ്പറേഷൻ CMD-യുമായ അനു ടി ചെറിയാൻ, MBBS പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ഡോക്ടർ സഫ്വാൻ സലീം, ഡോക്ടർ മുഹമ്മദ് ഷമ്മാസ്, ഗായകൻ സിയാദ്, INTUC യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റായി നിയോഗിക്കപ്പെട്ട ഹാഷിം സേട്ട്, 66ാമത് സംസ്ഥാന സ്കൂൾ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത നെയിംഷ അൻവർഷ, +2 CBSE SSLC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെ എ ഷുക്കൂർ ആദരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റും നഗരസഭാംഗവുമായ അൻസാരി കോയിക്കലേത്ത് അധ്യക്ഷത വഹിച്ചു. കായംകുളം DYSP ശ്രീ ബാബുക്കുട്ടന്റെ നേതൃത്വത്തിൽ ലഹരിമുക്ത കായംകുളം എന്നുള്ള ഒരു പദ്ധതി തന്നെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി നമ്മുടെ വാർഡിൽ ലഹരി വിരുദ്ധ സ്ക്വാഡിന് രൂപം നൽകുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ്. 4 ബ്ലോക്കുകളായി എല്ലാവരും പിരിഞ്ഞു പോകരുത്. 5 മിനിറ്റിനുള്ളിൽ തീർക്കാം. ലഹരി വിരുദ്ധ സ്ക്വാഡിന് രൂപം നൽകുകയാണ്. ആ ലഹരി വിരുദ്ധ സ്ക്വാഡിൽ നിങ്ങൾ ഏവരും ഭാഗഭാക്കാക്കണം. ഓരോരുത്തരുടെയും ബ്ലോക്ക് തിരിച്ചുള്ള ലിസ്റ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് പിന്നീട് പ്രഖ്യാപിക്കുന്ന. മഹാത്മാ കുടുംബ സംഗമത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ ചെറുപ്പുറത്ത് മുരളി, ടി സൈൻലാബ്ദീൻ, DCC അംഗം അഡ്വക്കേറ്റ് PC രഞ്ജി, ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും നഗരസഭാംഗവുമായ ബിജു നസ്രുള്ള, ബിജു കണ്ണങ്കര, വാർഡ് പ്രസിഡന്റ് ഷെരീഫ് കൂട്ടിൽ, ജനറൽ സെക്രട്ടറി സാം ഐസക്, Y അബ്ദുൾ റഷീദ്, S വിജയനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.